അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാറ്റും കോളും നിറഞ്ഞ ആ ദിവസം ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, എനിക്ക് നീ അവൾ തന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അവൾ എന്നെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയി. പക്ഷേ ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ടു വീണ്ടും. പഠിച്ചോനെ, ഓരോ സമയത്ത് പെൺകുട്ടികൾക്ക് ഓരോ ബുദ്ധി തോന്നുന്നു. പിന്നീട് അത് വേണ്ടില്ലെന്നും എന്നവർ മനസ്സിലാക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്കൊന്നും അറിയുന്നില്ല. പക്ഷേ അവൾ ഗർഭിണിയാണ് എന്നുള്ള വിവരം ഉസ്താദ് അറിയുന്നേയില്ല. എന്നാൽ ഈ സമയം ജസീനയുടെ വീട്ടിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഉമ്മയും ഉപ്പയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ എന്നെങ്കിലും തിരിച്ചു വരും എന്ന് കാത്തിരിക്കുകയാണ് കണ്ണീരോടെ. ജസീനക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ മനസ്സുമില്ല. കാരണം അവൾ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ വേണ്ട, അവരെന്തൊക്കെ തന്നെയാലും എന്ത് വിചാരിക്കും എന്ന് കരുതുകയാണ്. പക്ഷേ ഷെഫീഖ് ഉസ്താദിൻ്റെ ആ ഒരു ബാങ്ക് കേട്ട് അതിനെക്കുറിച്ച് ആ ഉമ്മ പറഞ്ഞപ്പോൾ എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ പല പല ചിന്തകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വിചാരിക്കുകയാണ്, പഠിച്ചോനെ, അങ്ങനെ തെറ്റൊന്നും എൻ്റെ അടുത്ത് പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കിന്ന് റാഹത്തോടു കൂടി ഷെഫീഖ് ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവനോട് പറഞ്ഞ ആ വാക്കുകൾ, അതെ, എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അത്രക്കും മോശമായ രീതിയിൽ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മേലിൽ എൻ്റെ പിറകെ നടക്കരുത്, എനിക്കിഷ്ടമല്ല ഒട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിവാക്കിയിട്ട് വീണ്ടും അവൻ്റെ അടുക്കിലേക്ക് പോവുക എന്നുള്ളത് ഹേയ്, അതൊരിക്കലും ശരിയല്ല. ആ ദിവസങ്ങളിൽ ജസീനക്ക് അതാ ബുദ്ധിമുട്ടും പ്രയാസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്. ആ കാര്യം ആ വീട്ടുകാർ അറിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നാണ്. അത് കണ്ട് അവിടുത്തെ ഉമ്മാക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നാണ്. മോളെ, എന്താന്നാവോ 2-3 ദിവസമായാലും ഇപ്പം ഇങ്ങനെ ഛർദ്ദിയൊക്കെ തുടങ്ങിയിട്ട്? വാ, നമുക്കൊന്ന് ഡോക്ടറെ കാണിച്ചു വരാം. പറയാൻ പറ്റില്ലല്ലോ, ഉപ്പ വരട്ടെ, ഉപ്പാനോടൊരു ഓട്ടോ വിളിച്ച് ഏൽപ്പിച്ചിട്ട് നമുക്കൊന്ന് പോയി വരാം. വേണ്ട ഉമ്മ, വേണ്ട. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? എന്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നൊന്നും തടിമ പിടിക്കണമില്ല. എന്താ, കുട്ടിൻ്റെ വീട് അറിയുന്നുണ്ടെങ്കിൽ എന്നാ കുട്ടിനെ കൊണ്ടാക്കി തരട്ടെ? ആ ഉമ്മ ചോദിക്കുകയാണ്. അതുവരെ സ്വന്തം മോളെ പോലെ വളർത്തിയിരുന്ന ഉമ്മാക്ക് അവൾക്കിങ്ങനെ തുടരെ ഛർദിയെല്ലാം വന്നപ്പോൾ അങ്ങനെ തോന്നുകയാണ്. രാത്രി അവിടുത്തെ ഉപ്പ വരുമ്പോൾ ഉമ്മ പറയും, ഇക്ക നോക്കി, ആ കുട്ടിക്ക് ഛർദിയൊക്കെ തുടങ്ങിയിരിക്കണം. എന്താന്നാവോ, ഇവിടുത്തെ ഭക്ഷണം പറ്റായിട്ടാണോ എന്തോ അറിയില്ല. ഇനി അതുമല്ല, ഇനിയിപ്പോൾ എന്താന്നാവോ, ആ കുട്ടിയാണെങ്കിൽ ചോദിച്ചിട്ടൊന്നും പറയണമില്ല. ഞാൻ പറഞ്ഞു ആശുപത്രി ഒന്ന് പോയി നോക്ക് മോളെ. അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്തു. അവളാണെങ്കിൽ സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ വരാനും കൂട്ടാക്കണില്ല. എനിക്കതല്ലൊക്കെ പേടി. എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാലേ നമ്മൾ ഉത്തരവാദികളാവോ എന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിലത്തെ സെൽമൂനും കൂട്ടിയിട്ട് ഈ ഒന്ന് പോയി നോക്ക് ആശുപത്രിക്ക്. ആ കുട്ടി കൂട്ടാക്കണില്ലെന്നേ. അത് സാരില്ല, ഒന്ന് ഞാൻ പറഞ്ഞോളാം. പിറ്റേന്ന് രാവിലെ ആ പിതാവതാ ജസീനയെ വിളിച്ച് പറയുന്നു, മോളെ, കുട്ടി ഇങ്ങനെ ഛർദിയൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നാൽ എന്താ വെച്ചാൽ. ആ പ്രായമായ പിതാവ് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി. അവൾ മൗനം പാലിച്ചു. പഠിച്ചോനെ, എൻ്റെ ഗർഭം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ ഒരിക്കലും നിർത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. തുറന്നു പറഞ്ഞാലും ചോദിക്കും ആരാണ് പിതാവെന്ന്. പക്ഷേ അതിന് ഞാൻ എന്തുത്തരം പറയും? അവളുടെ ചിന്തകൾ കൂടിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥ. അവൾ വിചാരിക്കുകയാണ്, പഠിച്ചോനെ, വൈകാതെ ഇവിടെ നിന്നും ഞാൻ പുറത്താക്കപ്പെടും. എനിക്ക് സേഫ്റ്റിയായി കരുതിയിരുന്ന ഈ ഒരു ഇടം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. സ്നേഹനിധിയായ ഒരു ഉമ്മയും ഉപ്പയും, ചെറിയ കുടിലാണെങ്കിലും മനസ്സമാധാനമുള്ള ജീവിതം. എനിക്ക് ഇപ്പോഴിതാ ഇവിടെ നിന്നും പുറത്ത് പോവേണ്ട അവസ്ഥയാണ്. അതെ, അവർക്ക് സമാധാനം ഉണ്ടാവില്ല ഗർഭിണിയായ എന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്. തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഉറപ്പുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കും പറയുകയും ചെയ്യും.
പിന്നെ തൊട്ടടുത്തുള്ള അയൽവാസി താത്തയോടൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാലൊക്കെ വേണ്ട, തൽക്കാലം ഇതാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും ഇവരോട്? ആകെ നാണം കെട്ടു പോവും. അന്നത്തോടു കൂടി എൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. ഒരു ഇന്ദുച്ചക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഗർഭിണിയായി തിരിച്ചു വന്നിക്കലേ ഹയ്യേ എന്ന് പറഞ്ഞ് അവരൊരിക്കലും ഇത്രയ്ക്കും വലിയ തെറ്റ് ചെയ്ത് എന്നെ അവരൊരിക്കലും ഇവിടെ നിർത്തൂല, എനിക്ക് ഉറപ്പുണ്ട്. ജസീനയുടെ ചിന്ത കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാവും ബുദ്ധി. പഠിച്ചോനെ, ഇനി ഞാൻ എങ്ങോട്ടാ? എനിക്ക് എങ്ങോട്ടും ഇനി പോവാനല്ല. ഇനി അവസാനമായി എൻ്റെ വീട് മാത്രമാണ്. പക്ഷേ അപ്പോഴും ഞാൻ എന്താ റബ്ബേ ചെയ്യുക? എനിക്കറിയുന്നില്ലല്ലോ. വേണ്ടാത്ത പണിക്ക് പോയി, അതാണ് ഇങ്ങനെ. എന്നാൽ ഈ സമയം ഷെഫീഖ് ഉസ്താദിനോട് സക്കീർ ഉസ്താദ് ചോദിക്കാണ്, അല്ല ഷെഫീ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ അതിനുത്തരം പറയോ? എന്താടാ ചോദിക്ക്. എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നീയായിട്ട് ചോദിക്കാതിരിക്കണ്ട, ചോദിച്ചോ. അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് മാത്രം. ജസീന ഇനി നിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നീ അവളെ സ്വീകരിക്കോ? ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷെഫീഖ് ഉസ്താദിന് എന്ത് പറയണം എന്നറിയുന്നില്ല. അവൻ സങ്കടത്തോടെ സക്കീറിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയടാ? ഞാൻ ചോദിച്ചത് വിഷമായോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ സോറി കേട്ടോ. അല്ലടാ, എൻ്റെ മനസ്സിൽ അവൾ ഇന്നുണ്ട്. അവൾ ശരിയാണ്, തെറ്റുപറ്റിപ്പോയി അവൾക്ക്. പക്ഷെ അവളെ സ്വീകരിക്കാൻ ഞാനൊരുക്കമാണ് ഇനിയും. പക്ഷേ എൻ്റെ ഉമ്മാക്ക് അത് സമ്മതമാവോ എന്നറിയുന്നില്ല. എടാ, ഇപ്പം എനിക്ക് മനസ്സിലായി, നിനക്ക് അവളോടുണ്ടായിരുന്നത് യഥാർത്ഥ സ്നേഹമായിരുന്നല്ലേ. മറ്റൊരുത്തൻ്റെ കൂടെയൊക്കെ പോയിട്ട് പോലും നിനക്ക് ഇപ്പോഴവളോട് മുഹബത്തുണ്ടോ? ഷെഫി ഉസ്താദ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ആഹാ, അങ്ങനെയുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തന്നെയാലും ഒരു തെറ്റ് പറ്റിപ്പോയി. പടച്ചനോട് ദുആ ചെയ്താൽ എല്ലാം തെറ്റുകളും അള്ളാഹു പുറത്തു തരും. അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ അവളുടെ ചിന്താഗതി, സ്വഭാവം അതൊക്കെ എന്താണാവോ എന്തോ, എനിക്കറിയുന്നില്ല. ഷെഫി, ഞാൻ നിന്നോട് ചോദിച്ചത് തമാശ രൂപത്തിൽ കാണണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യത്തിൽ തന്നെയാണ് ചോദിച്ചത്. അവൻ ഒന്നും മിണ്ടിയില്ല. തൻ്റെ ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റുകൾ ആലോചിച്ചുകൊണ്ട് അതാ ജസീന അവളുടെ മാനസിക നിലയാകെ തകരുന്ന പോലെയാണ് തോന്നുന്നത്. വീട്ടിലേക്ക് ചെന്നാൽ, പുറത്തിറങ്ങിയാൽ തന്നെ പിടിക്കുവാൻ രാജേഷ്, അവൻ്റെ ആളുകൾ, അവൻ്റെ ബോസ്, അവർക്ക് വേണ്ടി അവൻ എന്നെ വിൽക്കും, അതുറപ്പുണ്ട്. ഒളിച്ചു കഴിഞ്ഞാൽ ശരീരമെങ്കിലും കാക്കാം, അല്ലാതെ അവൻ്റെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ വെച്ചേക്കില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാനിവരുടെ വീട്ടിൽ തുടരുന്നത് അത് ഇല്ല, കഴിയില്ല. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉമ്മ അവളെ ചായക്ക് വേണ്ടി വിളിക്കുന്നു. മോളെ, വന്ന് ചായ കുടിച്ചോളൂ കേട്ടോ. പിന്നെ മോൾക്ക് ഇങ്ങനെ ഛർദി എന്തൊക്കെ അല്ലേ? അപ്പം ഞാൻ അപ്പുറത്ത് താത്താനോടൊന്ന് പറഞ്ഞിട്ടേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. എന്താണെന്നറിയാലോ, എന്തെങ്കിലുമൊക്കെ വയറിൻ്റെ ഉള്ളിൽ പെട്ടാലും അതൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കതായിരിക്കും നല്ലത്. വേണ്ട ഉമ്മ, എന്താ മോളെന്ന് ഇങ്ങനെ പറഞ്ഞാൽ? പിന്നെ സമയം 12 മണിയാകുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വിളിക്കാം നമുക്ക്. ഞാനാണെങ്കിൽ ആ താത്തയോടൊന്ന് പറയട്ടെ, താത്താനോട് പറഞ്ഞിട്ട് 2 പേർക്കും പോകാം, അതായിരിക്കും നല്ലത്. ഞാനും കൂടെ വരാം, അവരെപ്പോഴും ഉണ്ടാവണം, നല്ലതാണ്. ഉമ്മ, അത് വേണ്ട. അല്ല മോളെ, അത് പറഞ്ഞാൽ പറ്റില്ല. 12 മണിക്ക് വണ്ടി വരും കേട്ടോ. അപ്പോഴത്തേനും ഒരുങ്ങി നിന്നോ. ഇനി ഒരിക്കലും തനിക്ക് ഈ വീട്ടിൽ നിൽക്കുവാൻ രക്ഷയില്ല എന്നവൾക്ക് മനസ്സിലാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ കള്ളിയെല്ലാം പുറത്തറിയും, അതുറപ്പുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും, ഞാൻ ഇവിടെയും ഒരു കള്ളത്തിയാകും. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ അവർക്കെന്നെ മനസ്സിലാകും, ഇത്രക്കും വലിയ തെറ്റ് ചെയ്ത പെണ്ണിനെയാണോ ഞങ്ങൾ ഇത്രയും ദിവസം തീറ്റിപ്പോറ്റിയത് എന്നവർ മനസ്സിലാക്കും. ഈ സമയം രാജേഷിൻ്റെ വീട്ടിൽ രാജേഷിൻ്റെ അമ്മയെ കാണുമ്പോൾ തന്നെ രാജേഷിന് കലിപ്പ് വരികയാണ്. ദേ തള്ളേ, എൻ്റെ സമ്പത്താണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. അവളെ കൊണ്ട് ഒത്തിരി പൈസ കൊഴിയാൻ വേണ്ടി നിന്നതാണ്.
സമ്മതിച്ചില്ല അല്ലേ? പറഞ്ഞു വിട്ടു, തുറന്നു വിട്ടു അല്ലേ? ഞാനില്ലാത്ത സമയത്ത് നിങ്ങളോട് സംരക്ഷിക്കാൻ പറഞ്ഞിട്ടും നിങ്ങൾ ആ മൈൻഡ് ചെയ്യാതെ തുറന്നു വിട്ടു. തള്ളിയാണ് പോലും. ഒരു ഭക്ഷണം ഞാൻ അവിടെ കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ വേണമെങ്കിൽ തൊഴിലുറപ്പിനോ എന്തെങ്കിലും പോയിട്ട് ഉണ്ടാക്കിക്കോ. അല്ലാതെ ഞാൻ 5 പൈസ ഞാൻ തരില്ല ഒരു കാര്യത്തിനും. ഓർത്തോ. ആ അമ്മ വിചാരിക്കാണ്, എൻ്റെ ദൈവേ, കഴിക്കാൻ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എത്ര സാധനങ്ങൾ വേണം വീട്ടിലേക്കുള്ള? പഞ്ചസാര, ചായപ്പൊടി, സോപ്പ്, അങ്ങനെ മക്കൾക്കുള്ളത്, വെളിച്ചെണ്ണ, അങ്ങനെ എന്തൊക്കെയുണ്ട്? അതൊക്കെ വാങ്ങണമല്ലോ. അതൊക്കെ എങ്ങനെ വാങ്ങും? ഇവനിങ്ങനെ ദേഷ്യവും വാശിയും പിടിച്ചു നിന്നാൽ എൻ്റെ ദൈവേ, ഞാൻ എന്താ ചെയ്യുക? അന്ന് അമ്മ ആ മകളോട് പറയാണ്, മോളെ, നമുക്ക് നാളെ മുതൽ എന്തെങ്കിലും കൂലി വേലക്ക് പോകാം. അല്ലാതെ അവൻ്റെ കയ്യിൽ നിന്ന് 5 ക്യാഷ് കിട്ടില്ല. ക്യാഷായിട്ട് വേണ്ടില്ലായിരുന്നു, എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളെങ്കിലും മതിയായിരുന്നു. മക്കൾ എത്ര ദിവസമായി പഞ്ചസാര ഇട്ട് ചായ കുടിച്ചിട്ട്. എന്താ മമ്മ ഇതിൽ മധുരമില്ല എന്ന് പറയുമ്പോൾ, മക്കളെ, മധുരം നമുക്ക് വാങ്ങിയിട്ടിടണം കേട്ടോ എന്ന് പറഞ്ഞ് ആ മക്കളെ ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത്രക്കും ബുദ്ധിമുട്ടിലാണ്. വെക്കാൻ അരിയുണ്ട്, അതുമാത്രം. ബാക്കിയെല്ലാം കൊണ്ടുവന്നിട്ട് വേണ്ടേ അതിനൊക്കെ വേണ്ടേ ക്യാഷ്? പക്ഷേ ഈ ചെക്കനെ ഇത്രക്കും നീചനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എന്തൊക്കെ തന്നെയാലും ആ കുട്ടി രക്ഷപ്പെട്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്ന്. അതുതന്നെ വലിയ ആശ്വാസം. അല്ലെങ്കിൽ ആ പെണ്ണ് ഇവിടെ തീ തിന്ന് ജീവിക്കേണ്ടി വരും. മാത്രമല്ല, അവൾ ശരീരം വരെ അവൻ വിൽക്കും, അത് ഉറപ്പുണ്ട്. എന്തായാലും കുട്ടി രക്ഷപ്പെട്ട് നന്നായി. എൻ്റെ ദൈവേ, ആ കുട്ടിയാണെങ്കിൽ ഗർഭിണിയാണ്. എന്തൊക്കെയാണാവോ കാര്യങ്ങൾ, എവിടെ എത്തിയാവോ? ആ അമ്മ ആകെ വേവലാതിപ്പെടുകയാണ്. എങ്കിലും തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ മകൻ രാജേഷിൻ്റെ അടുക്കൽ നിന്ന് എന്നും ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജസീന നിൽക്കുന്ന ആ വീട്ടിലേക്ക് 12 മണിക്ക് ഓട്ടോ വരും. അതിൽ കയറി ഒരു ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ അവളെ ചെക്ക് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കും അവൾ ഗർഭിണിയാണെന്നുള്ളത്. അതോടുകൂടി ആ വീട്ടുകാർക്ക് അവളിലുള്ള ആ ഒരു മതിപ്പ് നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് ഓരോ ക്വസ്റ്റ്യങ്ങളായിരിക്കും. അതോടുകൂടെ ഞാൻ പെട്ടുപോകും എന്നുറപ്പുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് പതുക്കെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അതിനിടെ അവിടുത്തെ ഉമ്മ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എടി സുൽമോ, ആ പെണ്ണിടി ഛർദ്ദിക്കുന്നുണ്ട്. എന്താണാവോ? ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും പെട്ടതാണോ എന്തോ അറിയില്ല. ആ കുട്ടിക്ക് എന്തൊരു സുഖമില്ലായ്മയുണ്ട്. വാ, നമുക്കൊന്ന് ആശുപത്രിയിൽ പോയേക്കോ. അതിനെന്താ താത്ത, ഞാൻ വരാലോ. ആ ഉമ്മ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. സമയം 10 മണി. അവൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ ഉമ്മ കുളിമുറിയിൽ കയറി കുളിക്കുവാൻ വേണ്ടി കയറിയപ്പോൾ അതാ ജസീനക്ക് തോന്നാണ്, ഇല്ല, ഇത്രയ്ക്കും നല്ലൊരു ചാൻസ് ഇനി കിട്ടാനില്ല. സമയം 10 മണിയാണ്. ഈ ഒരു സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഉമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉമ്മയുടെ മുമ്പിലൂടെ ഇറങ്ങൽ അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമയം ഇവിടെ നിന്ന് ഇറങ്ങുന്നതാവും ബുദ്ധി. അവൾക്ക് ഭയമുണ്ട്. പക്ഷെ ആരെങ്കിലും കണ്ടാലോ, അതും പേടിയുണ്ട്. അവൾ കരുതിയിരുന്ന ആ ഒരു പർദ്ദ അണിയുന്നു, ആ നിക്കാബും അണിയുന്നു. ഉമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ മിണ്ടാതെ അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അതാ ജസീന ഒന്നും പറയാതെ, ആരോടും ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നു. അവൾ പർദ്ദയും ഹിജാബും അണിഞ്ഞുകൊണ്ട് അറിയാത്ത രീതിയിൽ വാതിൽ ചാരി വെച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പാവം ആ ഉമ്മ ഒന്നും അറിയുന്നില്ല. അത്രയ്ക്കും ദിവസം തീറ്റിപ്പോറ്റിയ ഉമ്മ ഒരു വാക്കുപോലും ഉമ്മയോട് പറയാതെ അവളതാ ഇറങ്ങുന്നു. ഹിജാബ് ധരിച്ചതുകൊണ്ട് അവളെ പെട്ടെന്ന് തിരിച്ചറിയില്ല എന്നുള്ള ഒരു സത്യം അവൾക്കറിയാം. നേരെ മുന്നിൽ കണ്ട റോഡിലൂടെ അവൾ അതാ നടന്നു നീങ്ങുന്നു, ആരും അറിയാതെ. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ആ ഉമ്മ കുളി കഴിഞ്ഞ് വാതിൽ തുറന്ന് അവളെ വിളിക്കുന്നു. മോളെ, മോളെ, നീ എവിടെ? വണ്ടി ഇപ്പോൾ വരും കേട്ടോ. പിന്നെ കുറച്ച് കഞ്ഞി കുടിച്ച് പോവാ, അല്ലെങ്കിൽ പറ്റ ക്ഷീണമാവും. അതുകൊണ്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പോവാ. ചോറൊക്കെ വെന്തതല്ലേ, ഞാൻ വിളമ്പിത്തരാം. അത് കുറച്ച് കുടിച്ചിട്ട്
നമുക്ക് പോവട്ടോ. ഛർദ്ദിച്ചാലും വേണ്ടിയില്ല, അതൊരു മുറുക്ക് കുടിച്ചിട്ട് പോകാം. മോളെ എന്താ ഈ മിണ്ടാത്തത്? ഉമ്മ ഇപ്പം വരട്ടാ, ഉമ്മ നിസ്കരിച്ചിട്ടേ ഇപ്പം വരാം. ആ ഉമ്മ ലുഹാ നിസ്കരിക്കുവാൻ വേണ്ടി അതാ നിസ്കാരപ്പായിലേക്ക് പോവുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് പാവം മോൾക്ക് കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് നിസ്കാരക്കുപ്പായം അഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്ന് ആ മൺകുടുക്കയിൽ നിന്ന് കഞ്ഞിയെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടാറ്റിക്കൊണ്ട് അവളുടെ അടുക്കിലേക്ക്, മോളെ വാ ഇതൊന്ന് കുടിച്ചോ. ഇനിയിപ്പോൾ 12 മണിക്ക് ആയിക്കഴിഞ്ഞാലേ ചിലപ്പം തിരക്കായിരിക്കും ഡോക്ടറെ അടുത്ത്. ഇനി എപ്പോഴാണ് കഴിച്ചില്ല അതും പറയാൻ പറ്റില്ല. വാ മോളെ. ഉമ്മ സ്നേഹത്തോടെ അവളെ വിളിക്കുകയാണ്. മോളെന്താ വരാത്തത് റബ്ബേ? ഉമ്മ അവളുടെ റൂമിൽ പോയി നോക്കി. ഓളെവിടെ? മോളെ ബാത്റൂമിൽ എങ്ങാനും കയറിയോ? മോളെ മോളെ. ഉമ്മ വീടിൻ്റെ ചുറ്റും നടന്ന് വിളിക്കുകയാണ്, വീടിനകത്തും. എവിടെയാണ് ഈ കുട്ടി റബ്ബേ? കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചപ്പോൾ റബ്ബേ തല കറങ്ങിയെങ്ങാനും വീണോ? ഉമ്മ വീണ്ടും ചുറ്റുഭാഗത്തും നോക്കി. അവരുടെ മുറ്റത്ത് തന്നെ ഒരു പടവില്ലാത്ത കിണറുണ്ടായിരുന്നു. അതിൽ നിന്ന് കോരിയിട്ടാണ് ആ ഉമ്മ ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്നത്. ആ ഒരു കിണറ്റിലേക്കും ആ ഉമ്മ പതുക്കെ നോക്കി. പഠിച്ചോനെ അതിലേക്കെങ്ങാനും വീണു പോയോ എന്നറിയാൻ വേണ്ടിയിട്ട്. എവിടെയുമില്ല. ഉമ്മ ആകെ വിഷമിക്കുന്നു. ഉമ്മ മോളെ കാണാനായിട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്. എവിടെയാണ് റബ്ബേ കുട്ടി പോയത്? അള്ളാഹുവേ എവിടെയാണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ സെൽമുത്ത അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നു. താത്ത എന്തേ ഇവിടെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? മാറ്റിയില്ലേ, പോവണ്ടേ? ഇപ്പോൾ വണ്ടി വരൂലേ? മോളെ ഓളെ കാണാനില്ലടി. എൻ്റെ റബ്ബേ ആ കുട്ടി എവിടേക്ക് പോയത്? എനിക്കറിയില്ല, എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, എല്ലായിടത്തും നോക്കിക്കാളി. അല്ല ഛർദ്ദിയൊക്കെ അല്ലേ, തല കറങ്ങി ഇവിടെ വീണോവോ? ഇവിടൊക്കെ വീടിൻ്റെ ചുറ്റുഭാഗത്തും അകത്തൊക്കെ നോക്കി, എവിടെയും ആ കുട്ടീനെ കാണുന്നില്ല. താത്ത ആ കിണറിന് ശരിക്കും പടവും കൂടെ ഇല്ലാത്താണ്. അവിടെയൊക്കെ നോക്കിയോ? അവിടെയൊക്കെ നോക്കിയതാ മോളെ. അല്ല ഞാൻ എന്താ ചെയ്യാം? നിങ്ങൾ വിഷമിക്കല്ലേ, ആ കുട്ടി എവിടുന്നോ വന്നതല്ലേ, അതുപോലെ ആ കുട്ടി പോയെന്ന് വിചാരിച്ചാൽ മതി. എവിടുന്നോ ഒരു ദിവസം കാക്കാക്ക് കിട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ആ കുട്ടിക്ക് തോന്നിയപ്പോൾ കുട്ടി പോയി. നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും അതാ ഓട്ടോറിക്ഷ വരുന്നു. അല്ലാ ഓട്ടോറിക്ഷക്കാരൻ എത്തി. ഉമ്മാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സെൽമുത്താത്ത പറഞ്ഞു, ആ നോക്കി നിങ്ങൾ തിരിച്ചു പോയിക്കോളിട്ടോ. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നമ്മൾ ഒരു ട്രിപ്പ് അതിൻ്റെ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയതല്ലേ ഞങ്ങൾ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ പൈസ വെച്ച് തരാം. എന്നാലും ഞങ്ങളിപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പറഞ്ഞിട്ടിപ്പോൾ എങ്ങനെ? എന്തായാലും വേണ്ടില്ല, ഞമ്മക്കുള്ള കൂലി നിങ്ങൾ തരി. എന്തായാലും മറ്റു ഓട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരൻ്റെ ആ ഒരു മറുപടി സെൽമുത്താത്ത അവരുടെ കയ്യിലുള്ള ഒരു ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തു. അപ്പോഴാണ് അയാൾ സമാധാനത്തോടെ പോയത്. ആ ഉമ്മ സങ്കടപ്പെട്ടിരിക്കുന്നു. മോളെ പൈസ ഞാൻ തരാട്ടോ. ഏയ് വേണ്ട താത്ത, എന്തപ്പോൾ ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ കുട്ടി എവിടുന്നോ വന്നു, ആരാണോ എന്താണോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഉള്ളിൽ നിർത്താനും പറ്റൂല. അതുമല്ലേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനൊന്നും പറ്റൂലല്ലേ. എടീ ഇത് പാവം മോളാണ്, എന്നാലും അവൾ എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ എവിടേക്കും പോയി നോക്കാനും കഴിയുന്നില്ല. ആ ഉമ്മയുടെ ദയനീയമായ ആ ഒരു സംസാരം കേട്ട് സെൽമുത്ത പറഞ്ഞു, താത്ത സാരില്ല, ഓല് വന്നു പോയി. അല്ലാതെ ഇപ്പോൾ ഞമ്മക്കിപ്പോൾ എന്താ ഏത് നമ്മൾ അന്വേഷിച്ചിട്ടുമില്ല, കണ്ടെത്തിയിട്ടില്ല, അങ്ങനല്ലേ. എന്തൊക്കെ തന്നെയായാലും പഠിച്ചവൻ കാക്കട്ടെ ആ കുട്ടീനെ എവിടെയാണെങ്കിലും. അത് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അതന്നെ, ഓളെ പഠിച്ച റബ്ബ് കാക്കട്ടെ എവിടെയാണെങ്കിലും. ആ ഉമ്മയും കണ്ണീരോടെ അത് പറയുകയാണ്. എന്നാലും സുഖമില്ലാത്ത അവസ്ഥയിൽ ഇനി ആരെങ്കിലും എടുത്തേറ്റ് കൊണ്ടുപോയ റബ്ബേ, അതാണ് എനിക്ക് പേടി. ഇവിടെ ആണെങ്കിൽ വാതിൽ ചാരിയിട്ടും ഉള്ളായിരുന്നു, ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയോ ആവോ റബ്ബേ, എനിക്കറിയുന്നില്ല. താത്തങ്ങൾ വിഷമിക്കില്ലേ. ഓൾ അങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്തുനിന്ന് വന്നതാണ്, ഓൾ ഒറ്റയ്ക്ക് പോയി. അങ്ങനെ വിചാരിച്ചാൽ മതി. കാക്കാനോട് ഞങ്ങൾ പറഞ്ഞാണ്ടി അതൊന്നും സാരില്ല. ഇൻഷാ അല്ലാ ജസീനയുടെ പോക്ക് ഇനി എങ്ങോട്ടാണ്, അവളുടെ ലക്ഷ്യം ഇനി എന്തായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.